ISL-ലെ നിർണായക മത്സരത്തിന് നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ്. എതിരാളികൾ പോയിന്റ് ടേബിളിൽ ഏറ്റവും താഴെ കിടക്കുന്ന മുഹമ്മദൻ എസ്സി. കേരള ബ്ലാസ്റ്റേഴ്സ് 11 പോയിന്റോടെ 8ാം സ്ഥാനത്താണ്. 3 പോയിന്റോടെയാണ് മുഹമ്മദൻ എസ്സി 14ാം സ്ഥാനത്ത് കിടക്കുന്നത്. എന്നിട്ടും എങ്ങനെയാണ് ഈ മത്സരം നിർണായകമാകുന്നത്? കാരണം ISL-ന്റെ ഈ സീസൺ മുതൽ റിലഗേഷൻ ഉണ്ടല്ലോ. ഈ രണ്ട് ടീമുകളും ഇപ്പോഴും റിലഗേഷൻ ഭീഷണിയിലാണുള്ളത്. ഈ രണ്ട് ടീമുകൾ മാത്രമല്ല, ഇന്റർകാശി, കേരള ബ്ലാസ്റ്റേഴ്സ്, സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി, ഒഡീഷ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ചെന്നൈയിൻ FC, മുഹമ്മദൻ എസ്സി, ഈ ടീമുകളെല്ലാം ഇപ്പോഴും റിലഗേഷൻ ഭീഷണിയിലാണ് ഉള്ളത്. അതായത് ISL-ൽ ഈ സീസണിൽ പങ്കെടുക്കുന്നതിൽ പകുതി ടീമുകളും ഇപ്പോഴും റിലഗേഷൻ ഭീഷണിയിലാണ്. ഇതിൽ ചില ടീമുകൾക്ക് 2 മത്സരങ്ങളും ചില ടീമുകൾക്ക് 3 മത്സരങ്ങളുമാണ് ബാക്കിയുള്ളത്. മുഹമ്മദൻ എസ്സി അടുത്ത 3 മത്സരങ്ങളും ജയിച്ചാൽ അവർക്ക് 12 പോയിന്റ് ആകും. 11 പോയിന്റുള്ള ബ്ലാസ്റ്റേഴ്സിനെ പിന്തള്ളി അവർക്ക് മുന്നേറാൻ സാധിക്കും. എന്നാൽ കണക്കുകളിൽ മാത്രമാണ് ഈ ഒരു സാധ്യത ഉള്ളത്. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊരു വിദൂര സാധ്യത മാത്രമാണുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും. മുഹമ്മദൻ എസ്സി നാളത്തെ മത്സരത്തിൽ സമനിലയെങ്കിലും നേടിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെട്ടു. ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല, ഇന്റർകാശിയും രക്ഷപ്പെടും. പിന്നീട് അവർക്ക് മാക്സിമം 10 പോയിന്റ് മാത്രമേ നേടാൻ സാധിക്കൂ. അതേസമയം മുഹമ്മദൻ എസ്സി നാളെ തോറ്റാൽ ഡൽഹിയും ഒഡീഷയും നോർത്ത് ഈസ്റ്റും രക്ഷപ്പെടും. കാരണം അവർക്ക് 10 പോയിന്റ് ആണുള്ളത്. പിന്നീട് മുഹമ്മദിന് 9 പോയിന്റ് മാത്രമേ മാക്സിമം നേടാൻ സാധിക്കൂ. എന്തായാലും നാളെ 2 കളികളാണ് ISL-ൽ ഉള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദിനെ നേരിടുന്നു, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ചെന്നൈയിനെയും നേരിടുന്നു. അതേസമയം ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറങ്ങുന്നത്. കഴിഞ്ഞ 2-3 മത്സരങ്ങളിലെ മികച്ച പ്രകടനം നാളെയും തുടരാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ്. പരിക്കുമാറ്റി കരീം ബനാരിഫും ഡാനിഷ് ഫാറൂഖും ഒക്കെ നാളെ ആദ്യ 11-ലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. നാളത്തെ ഈ 2 മത്സരങ്ങളോടുകൂടി ആരാണ് റിലഗേഷനിൽ പോകുക എന്നുള്ളതിന്റെ ഏകദേശ ഒരു ചിത്രം നമുക്ക് അറിയാൻ സാധിക്കും.